ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകി തന്ത്രിമാർ. ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണ് സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയതെന്നാണ് മൊഴി. തിരുവനന്തപുരത്തെ SIT ഓഫീസിലെത്തിയാണ് തന്ത്രിമാരായ കണ്ഠരര് രാജീവരും കണ്ഠരര് മോഹനരും മൊഴി നൽകിയത്. അറിയാവുന്നതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ഠരര് രാജീവര് ചെങ്ങന്നൂരിൽ പ്രതികരിച്ചു. കണ്ടു, അതിനെക്കുറിച്ച് കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. സ്വാമി ശരണം. മൊഴി നൽകിയതിന്റെ വിശദാംശങ്ങൾ പറയാൻ കണ്ഠരര് രാജീവര് മാധ്യമപ്രവർത്തകരോട് തയ്യാറായിട്ടില്ല. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനായുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഉടൻ പരിഗണിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊല്ലത്ത് നിന്ന് R. അരുൺരാജ് എന്നിവർ ചേരുന്നു. ആദ്യം R. അരുൺരാജിലേക്ക്. അരുൺരാജ്, ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വാർത്തയുടെ കാര്യത്തിൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. A. പത്മകുമാറിന്റെ കേസ് വരുന്നുണ്ട്, A. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ വരുന്നുണ്ട്. അതോടൊപ്പം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റു ചില കേസുകൾ കൂടി വിജിലൻസ് കോടതിയിൽ വരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തൊക്കെയാണ് കൊല്ലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ, അരുൺരാജ്? ദിലീപ്കുമാർ, അല്പസമയം മുമ്പാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റ് നേരത്തെ തന്നെ ഉണ്ടായതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് മതിയായ സമയം ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. പലതവണ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയെങ്കിലും പത്മകുമാർ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ ഇന്ന് വെക്കാൻ പോകുന്ന വാദം. ഒരു തവണ ഹാജരായി, അത് 4 മണിക്കൂർ അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘം പിന്നീട് കോടതിയിൽ ഹാജരാക്കിയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പൊറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധം ഇതിനോടകം തന്നെ തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ ഇന്ന് പ്രധാനമായും വെക്കുന്ന വാദങ്ങളിലൊന്ന്. പക്ഷേ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദേശയാത്രകൾ എന്നിവ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരണം. കാരണം ഹൈക്കോടതി അനുവദിച്ച സമയപരിധിക്കുള്ളിൽ രണ്ടാമത്തെ റിപ്പോർട്ട് കൂടി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടതുണ്ട്. അത് നാളെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് പത്മകുമാറാണ്. പത്മകുമാറിന്റെ മൊഴിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പത്മകുമാറിനെ ഈ വിജിലൻസ് കോടതിക്കുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ 2 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2 ദിവസത്തെ കസ്റ്റഡിയിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പത്മകുമാറിന് വേണ്ടി SIT വാദിക്കുന്നത്. അതേസമയം പത്മകുമാറിന്റെ അഭിഭാഷകൻ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് തങ്ങൾ ഇത് ചെയ്തത്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയ ശുപാർശ അത് പൂർണ്ണതോതിൽ അത് റിപ്പോർട്ടായി അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. നേരിട്ടോ അല്ലാതെയോ ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന വിവരങ്ങൾ, ഖണ്ഡിക്കുന്ന രേഖകൾ തെളിവായി തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ലഭിച്ചിട്ടുണ്ട്. കാരണം പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പൊറ്റിയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ഈ സൗഹൃദമാണ് പിന്നീട് ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് അടക്കം നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചില നിയമനങ്ങൾ, അത് ഏറ്റവും പ്രധാനം ഈ ജയശ്രീയുടെ അടക്കം നിയമനങ്ങളിൽ പത്മകുമാറിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ചില താല്പര്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. കസ്റ്റഡി അപേക്ഷയിൽ 2 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രധാനമായും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ കോടതി എടുക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും പ്രധാനം. 2 ദിവസത്തെ കസ്റ്റഡി കൊടുത്താൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് പത്മകുമാറിനെ കൊണ്ടുപോകും. പിന്നീട് അവിടെ വെച്ചായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലടക്കം നടക്കുക. ഇതിനുശേഷം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയുന്നുണ്ട്. നേരത്തെ തന്നെ വാദം പൂർത്തിയാക്കിയതാണ്. ഈ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ മാത്രമാണ് താൻ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചത്. ഇതിനപ്പുറം ഈ കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നുള്ളതാണ് മുരാരി ബാബുവിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ വാദിച്ചത്. പക്ഷേ ഇതിനെ പൂർണ്ണമായി SIT എതിർക്കുകയാണ്. നേരിട്ടും ഇക്കാര്യത്തിൽ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുരാരി ബാബു ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ഈ കേസുമായി അടുപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ കേസിന്റെ ഒരു പ്രൈം എന്ന ഫാക്ടിൽ അത് മുരാരി ബാബു ഉണ്ട് എന്നുള്ളതാണ് SIT കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. എന്തായാലും 2 പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് കോടതി കിടക്കുന്നു. ഒന്ന്, കസ്റ്റഡിയിലേക്ക് നൽകുകയാണെങ്കിൽ അത് 2 ദിവസം തന്നെ കൊടുക്കുമോ എന്നുള്ളതും അതുപോലെ തന്നെ മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതും ഇന്ന് ഏറെ നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITയുടെ സംഘത്തലവൻ തന്നെ നേരിട്ട് കോടതിയിൽ ഹാജരായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ന് ഇപ്പോൾ A. പത്മകുമാറിനെ കൊല്ലത്ത് കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ കൈവിലങ്ങ് അണിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ
എ വാസുവിനെ കൊണ്ടുവന്നപ്പോൾ കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുവന്നത് വിവാദമായിരുന്നു. അതേ തുടർന്നാണോ ഇപ്പോൾ ഈ കാര്യത്തിൽ എ പത്മകുമാറിനെ കൊല്ലത്ത് വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൈവിലങ്ങ് അണിയിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് നൽകിയത്? ദിലീപ് കുമാർ, തീർച്ചയായും. കാരണം ഭാരതീയ ന്യായ സംഹിതയിലെ പുതിയ വകുപ്പുകൾ പ്രകാരം ഇത് ക്രിമിനൽ കുറ്റം, അത് ഏതെങ്കിലും തരത്തിൽ ബലാത്സംഗ കുറ്റമോ അല്ലെങ്കിൽ കൊടും കുറ്റവാളികളോ ആണെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കൈവിലങ്ങ് അണിയിക്കാവൂ എന്നുള്ളതാണ് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ പുതിയ ചട്ടപ്രകാരം പറയുന്നത്. അത്തരം ചട്ടം നിലനിൽക്കുമ്പോഴാണ് എൻ വാസുവിനെ കോടതിക്കുള്ളിലാക്കി കൊണ്ടുവരുമ്പോൾ ഒരു കൈയിൽ കൈവിലങ്ങ് അണിയിച്ചിരുന്നത്. ഇത് സ്പെഷ്യൽ ബെഞ്ച് റിപ്പോർട്ടായി സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊണ്ടുവന്ന പൂജപ്പുരയിലെ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്കടക്കം സേന കടക്കുമ്പോഴാണ് പത്മകുമാറിനെ ഇന്ന് കൊണ്ടുവന്നത്. പക്ഷേ പത്മകുമാറിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കൈവിലങ്ങൾ അണിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ കൈവിലങ്ങൾ അണിയിച്ചിട്ടില്ല. പക്ഷേ ഒരു ചെറു ചിരിയോടെയാണ് പത്മകുമാർ ഈ കോടതിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ നയിച്ച സാഹചര്യമാണ്. അതുകൊണ്ട് കൈവിലക്ക് അണിയിക്കട്ട എന്ന നിലപാട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എടുക്കുകയായിരുന്നു. നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനപ്രകാരമല്ല കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുവന്നതെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പത്മകുമാറിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അനുഗമിച്ചിരുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രതയുണ്ട്. എന്തായാലും ഈ പത്മകുമാറിനെ കൊണ്ടുവരുമ്പോൾ പുറത്ത് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. കാരണം നേരത്തെ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ മുദ്രാവാക്യം വിളികൾ ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം പത്മകുമാർ ഈ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്തതാണ്. അതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് കൂടിയാണ് പത്മകുമാറിന്റെ എന്ന് പറയുമ്പോൾ. കാരണം എൻ വാസുവിനെ പോലെയോ അല്ലെങ്കിൽ മുരാരി ബാബുവിനെ പോലെ ഒരു ഓഫീസർ തസ്തികയിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. പകരം ഒരു ഗവൺമെന്റ് നിയോഗിച്ച ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഇരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പത്മകുമാർ അറസ്റ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ കണക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് വിന്യാസമാണ് കോടതി പരിസരത്തും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.